ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ കസ്തൂരി മഞ്ഞളിനെ പറ്റി പ്രതിപാദിക്കാം. കസ്തൂരി മഞ്ഞൾ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. കസ്തൂരി മഞ്ഞളിന് റിയൽ ഒറിജിനൽ സംശുദ്ധമായ കസ്തൂരി മഞ്ഞളിന് നല്ല മഞ്ഞ നിറമല്ല, അതിനൊരു പെയിൽ യെല്ലോ കളറാണ്. അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പല കസ്തൂരി മഞ്ഞൾ ചൂർണങ്ങൾക്കും നല്ല മഞ്ഞ നിറ, ഈ നല്ല കടും മഞ്ഞയുള്ളതാണ് ശരിയായ കസ്തൂരി മഞ്ഞൾ എന്ന് നിങ്ങൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അല്ല, ഒരു പെയിൽ ക്രീം കളറാണ് സംശുദ്ധമായ കസ്തൂരി മഞ്ഞളിൽ. ഓക്കെ, മറ്റത് ആർട്ടിഫിഷ്യൽ കളറോ അല്ലെങ്കിൽ മറ്റു മഞ്ഞൾ മിക്സിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മായം ചേർത്ത കസ്തൂരി മഞ്ഞൾ ഇനി വാങ്ങരുത്, നിങ്ങൾ തട്ടിപ്പിന് ഇരയാകരുത്. ഓക്കെ, കസ്തൂരി മഞ്ഞളിൽ ഒരു പെയിൽ യെല്ലോയിഷ് കളറാണ്, ഒരു സ്ലൈറ്റ് ക്രീം കളർ. ഓക്കെ, മനസ്സിലായല്ലോ? അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കസ്തൂരി മഞ്ഞളിന് സംസ്കൃതത്തിൽ വനഹരിദ്ര എന്ന് വിളിക്കും. സിഞ്ചിബറേസ് ഫാമിലിയാണ്. അതുപോലെ കർക്യൂമ ആരോമാറ്റിക്ക എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് മധുര തിക്തരസങ്ങളും ലഘു ഗുണവും ഉഷ്ണവീര്യവും മധുര വിഭാഗവും ചേർന്നാണ് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞളുടെ ഗുണങ്ങൾ ചർമ്മ സംരക്ഷണത്തിന് ഒന്നാന്തരമാണ്. അതുപോലെ ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കും. ഒപ്പം തന്നെ വിഷഹരത്വ പ്രോപ്പർട്ടീസും ഉണ്ട്. വിഷത്തെ ശമിപ്പിക്കാനും സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ കുട്ടികൾ, നവജാത ശിശുക്കൾക്കൊക്കെ നമ്മൾ കസ്തൂരി മഞ്ഞൾ അരച്ച് തേച്ച് പുരട്ടി കുളിപ്പിക്കാറുണ്ട്. ഇത് കുളിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർമ്മരോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനും ഒപ്പം തന്നെ നിറത്തെ തെളിക്കുന്നതിനും. മനസ്സിലായോ? ത്വക്കിന് നല്ല നിറം നൽകാനായിട്ട് കസ്തൂരി മഞ്ഞൾ അരച്ച് തേപ്പിച്ച് കുളിപ്പിക്കുന്നത് നന്നാവും. അതുപോലെ ഇതിന്റെ മറ്റൊരു പ്രയോഗമാണ് വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന കടിഭാഗത്തുണ്ടാകുന്ന കടച്ചിലൊക്കെ മാറുന്നതിനായിട്ട്, തേളൊക്കെ കുത്തി വിഷം ശമിക്കുന്നതിനായിട്ട് കസ്തൂരി മഞ്ഞൾ അരച്ച് പുരട്ടി കഴിഞ്ഞാൽ ആ വിഷം ശമിക്കുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന കലച്ചിലായി അനുഭവപ്പെടുന്ന കടച്ചിലും നീരും വേദനയും എല്ലാം ശമിക്കുന്നതിനും കസ്തൂരി മഞ്ഞൾ അരച്ച് പുരട്ടുന്നത് നല്ലതാണ്. ഇനി അടുത്തൊരു പ്രയോഗം, കസ്തൂരി മഞ്ഞൾ, നമ്മൾ നല്ല കസ്തൂരി മഞ്ഞൾ റോസ് വാട്ടർ, പനിനീര് ചേർത്ത് അരയ്ക്കുക. അത് വെയിലിൽ വെച്ച് സൂര്യപ്രകാശം അടിക്കണം ശരിക്കും. അങ്ങനെ സൂര്യപ്രകാശത്തിൽ ചൂട് പിടിപ്പിച്ചിട്ട് നമ്മളത് മുഖലേപം ഇടുക. മുഖലേപം ഇടുന്നതിന് മുമ്പ് മുഖം നന്നായിട്ടൊന്ന് മൈൽഡ് സോപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കടലമാവോ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് മുഖം കഴുകിയതിന് ശേഷം ഈ കസ്തൂരി മഞ്ഞൾ പനിനീരിൽ അരച്ച് വെയിലത്ത് വെച്ച് ചൂട് പിടിച്ചത് അതൊരു ഫേസ് പാക്കാക്കി ഇടുക. ഒരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം നന്നായിട്ട് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. അതിനായിട്ട് കടലമാവോ ചെറുപയർ പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നിത്യേന ശീലിച്ചാൽ മുഖത്തിന് നല്ല തെളിച്ചം, പ്രകാശം, വെളുപ്പ് നിറം, ശോഭ, ഐശ്വര്യം, ഒപ്പം തന്നെ മുഖക്കുരു, മുഖദൂഷിക എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന മുഖക്കുരു ഇല്ലാതാവുന്നു. ഓക്കെ, മുഖക്കുരു ഇല്ലാതാക്കാനായിട്ട് ഞാൻ മുൻ വീഡിയോയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. Dr.T.L.Xavier മുഖക്കുരു പിമ്പിൾസ് നടിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കാണേണ്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഞാൻ മുഖക്കുരു കൂടുതലായിട്ട് വരുന്നവർക്ക് അതിന് ഉണ്ടാകാനുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും അതിന് ചില ചികിത്സകൾ, പൊടിക്കൈകൾ, ഒപ്പം തന്നെ ചില ഭക്ഷണ നിയന്ത്രണവും ആ വീഡിയോയിൽ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുക. ഈ രണ്ട് വീഡിയോയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.